ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 31-ാമത്തെ ദശകം വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. 31-ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് 32-ാമത്തെ ദശകം ചൊല്ലാം. 32-ാമത്തെ ദശകം മത്സ്യാവതാരമാണ്. അതിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. 10 ശ്ലോകങ്ങളും ഉപജാതി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വദിത്സകില മത്സ്യരൂപം. ഒന്നുകൂടി ചൊല്ലാം. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വദിത്സകില മത്സ്യരൂപം. ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പണ്ട് 6-ാം മന്വന്തരത്തിൻ്റെ അവസാനം എന്ന് പറയുന്നുണ്ട്. മന്വന്തര കാലം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള ദശകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 6-ാം മന്വന്തര കാലത്തിൻ്റെ അവസാനം സംഭവിച്ച നൈമിത്തിക പ്രളയത്തിൽ, ആ പ്രളയം സംഭവിച്ച സമയത്ത് ബ്രഹ്മദേവൻ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ്റെ മുഖത്തു നിന്നും ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങളൊക്കെയും അപഹരിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയ സമയത്ത് ഭഗവാൻ മത്സ്യത്തിൻ്റെ രൂപമെടുത്തു, അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ അവതാരം എടുത്തുവല്ലോ എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് 1-ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ. പണ്ട് 6-ാം മന്വന്തര കാലത്തിൻ്റെ അവസാനം സംഭവിക്കുന്ന നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മദേവൻ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ്റെ മുഖത്തു നിന്നും വേദങ്ങൾ ഹയഗ്രീവൻ എന്ന മഹാസുരൻ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ അത് വീണ്ടെടുക്കുവാനായിട്ട് ഭഗവാൻ മത്സ്യത്തിൻ്റെ അവതാരം എടുത്തു, അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ രൂപം എടുത്തുവല്ലോ എന്നുള്ളതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ ശ്ലോകം ചൊല്ലാം. സത്യവ്രതസ്യ ദ്രമിഡാധിഭർത്തുർ നദീജലേ തർപ്പയതസ്തധാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യത കശ്ചന ബാലമീന. ഒന്നുകൂടി ചൊല്ലാം. സത്യവ്രതസ്യ ദ്രമിഡാധിഭർത്തുർ നദീജലേ തർപ്പയതസ്തധാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യത കശ്ചന ബാലമീന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ മത്സ്യാവതാരം നടക്കുകയാണ്. അതുകൊണ്ടാണ് ആ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ നമ്മൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലിയത്. ഉജ്ജ്വല ശോഭയോടുകൂടി ഒരു ചെറു മത്സ്യക്കുഞ്ഞായി ഭഗവാൻ അവതാരം എടുക്കുകയാണ്. അതെങ്ങനെയാണെന്നാണ് 2-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ദ്രമിഡ ദേശത്തെ അധിപനായിരുന്ന സത്യവ്രതൻ എന്ന രാജാവ് കൃതമാല നദിയുടെ തീരത്ത് ജലാഹാരം മാത്രം കഴിച്ചുകൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തർപ്പണം ചെയ്യുവാനായി നദിയിലിറങ്ങി നദിയിലെ ജലം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കോരിയെടുത്ത സമയത്ത് ആ കയ്യിലെ വെള്ളത്തിൽ ഒരു ചെറു മത്സ്യക്കുഞ്ഞിനെ കാണുകയാണ്. ഉജ്ജ്വല ശോഭയോടുകൂടി ഭഗവാൻ മത്സ്യമായി അവതരിച്ചതായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ആ ദ്രമിഡാധിപനായിട്ടുള്ള സത്യവ്രതൻ എന്ന രാജാവിൻ്റെ കൈകളിൽ ഒരു ചെറു മത്സ്യക്കുഞ്ഞായി ഭഗവാൻ അവതരിച്ചു എന്നുള്ളതാണ് 2-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ. ദ്രമിഡ രാജാവ് തർപ്പണം ചെയ്യുവാനായിട്ട് കൃതമാല നദിയിൽ ഇറങ്ങിയ സമയത്ത് കയ്യിൽ കോരിയെടുത്ത ജലത്തിൽ ഒരു ചെറു മത്സ്യക്കുഞ്ഞായി ഭഗവാൻ അവതരിച്ചു എന്നുള്ളതാണ് 2-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 3-ാമത്തെ ശ്ലോകം ചൊല്ലാം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിസ്വഗേഹം
സ്വൽപൈരഹോഭികലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം. ഒന്നുകൂടി ചൊല്ലാം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോഭികലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്, അങ്ങനെ കൃതമാല നദിയിൽ ആ രാജാവിൻ്റെ കൈക്കുമ്പിളിൽ ആ മത്സ്യക്കുഞ്ഞായിട്ട് ഭഗവാൻ വന്നു അല്ലേ. അപ്പോൾ മത്സ്യക്കുഞ്ഞ് കയ്യിൽ വന്നത് കണ്ടപ്പോൾ ആ രാജാവ് തിരിച്ചത് നദിയിൽ തന്നെ നിക്ഷേപിച്ചു. ആ മത്സ്യത്തെ നദിയിൽ തന്നെ നിക്ഷേപിച്ചു. പക്ഷെ ആ സമയത്ത് ആ മീൻ അല്ലെങ്കിൽ ആ മത്സ്യം വല്ലാതെ ഭയന്നതുപോലെ തോന്നി. അപ്പോൾ ആ മത്സ്യത്തിൻ്റെ അപേക്ഷ പ്രകാരം തന്നെ ഒരു പാത്രത്തിൽ ജലം നിറച്ച് ആ ജലത്തിൽ ഈ മത്സ്യക്കുഞ്ഞിനെ ഇട്ട് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, അല്ലയോ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായിട്ടുള്ള ഭഗവാനെ എന്ന്. കാരണം ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഒരു അത്ഭുതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നുണ്ട്, അല്ലയോ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായിട്ടുള്ള ഭഗവാനെ. ആ ആശ്രമത്തിൽ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇടുന്ന ആ മത്സ്യം ആ പാത്രം മുഴുവനും നിറഞ്ഞു വളരെയാണ്. അപ്പോൾ അതിൽ കൊള്ളില്ല എന്നായപ്പോൾ ആ രാജർഷി ആ മത്സ്യത്തെ എടുത്ത് കിണറ്റിൽ നിക്ഷേപിച്ചു. അവിടെ നിന്നും അത് വളർന്ന് വലുതായി വന്നു. അപ്പോൾ അവിടെയും കൊള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ എടുത്ത് കുളത്തിൽ നിക്ഷേപിക്കുകയാണ്. കുളത്തിലോ അവിടെയും അത് നല്ലപോലെ വളർന്നു വന്നു. അപ്പോൾ ഇനിയും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ വലിയൊരു പൊയ്കയിൽ കൊണ്ടുചെന്ന് ആക്കി. അവിടെ നിന്നും അത് വലുതായി തന്നെ വളർന്നു വന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമുക്ക് അത്രയേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ആ മത്സ്യക്കുഞ്ഞിനെ തിരിച്ച് നദിയിൽ തന്നെ നിക്ഷേപിച്ചപ്പോൾ അത് ഭയന്നു എന്ന് രാജാവിന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് വിചാരിച്ച് ഒരു പാത്രത്തിൽ അല്പം ജലം നിറച്ച് അതിൽ ഈ മത്സ്യക്കുഞ്ഞിനെ ആക്കി തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പാത്രം കൊള്ളാതെ, ആ പാത്രം മതിയാവാതെ അത് വളർന്നു വന്നപ്പോൾ അതിനെ എടുത്ത് കിണറ്റിൽ നിക്ഷേപിച്ചു. അപ്പോൾ അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്, അല്ലയോ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായിട്ടുള്ള ഭഗവാനെ എന്ന് പറയുന്നത്. അതിലും വളർന്നു വന്നു. വാമനാവതാരം എങ്ങനെയാണോ ഈ 3 ലോകങ്ങളും തൻ്റെ 2 അടി കൊണ്ട് അളക്കാൻ പാകത്തിന് വളർന്നത്, അതുപോലെ തന്നെ ഈ മത്സ്യക്കുഞ്ഞും ആ പാത്രത്തിൽ മതിയാവാതെ വന്നു. പിന്നീട് കിണറ്റിൽ നിക്ഷേപിച്ചു. അവിടെയും മതിയാവാതെ വന്നു. അവിടെ നിന്നൊരു കുളത്തിലാക്കി. ആ കുളത്തിലും നിറഞ്ഞു വന്നു. പിന്നെ അവിടെ നിന്നും വലിയൊരു പൊയ്കയിലാക്കി. അവിടെയും വളർന്നു വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകം ചൊല്ലാം. യോഗപ്രഭാവാദ്ഭവതാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി. ഒന്നുകൂടി ചൊല്ലാം. യോഗപ്രഭാവാദ്ഭവതാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി. അപ്പോൾ 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഈ മത്സ്യം അങ്ങനെ ഒരു ജലാശയത്തിലും ഒതുങ്ങാതെ വന്നപ്പോൾ ഭഗവാന്റെ തന്നെ നിർദ്ദേശപ്രകാരം സത്യവ്രതൻ എന്ന രാജാവിന് യോഗശക്തി കൊണ്ട് ഈ മത്സ്യത്തെ സമുദ്രത്തിലാക്കാമെന്ന് കരുതി ചെല്ലുകയാണ്. അതായത് ഈ സത്യവ്രത രാജാവിൻ്റെ യോഗശക്തി കൊണ്ട് ആ യോഗശക്തിയിൽ ഭഗവാൻ തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ് സത്യവ്രതൻ എന്ന രാജാവിന് ആ മത്സ്യത്തെ സമുദ്രത്തിലാക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ സമുദ്രത്തിലാക്കാൻ വേണ്ടി ചെല്ലുകയാണ് സത്യവ്രതൻ എന്ന രാജാവ്. അപ്പോൾ സത്യവ്രത രാജാവിന് പ്രളയം കാണണമെന്നൊരു മോഹമുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ മന്വന്തരം എന്നുള്ളത്, അതിനെ ഒന്ന് ചുരുക്കി പറയാം. 73 മഹായുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം. അങ്ങനെ 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. ആ ഒരു കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ പകലാണ്. അങ്ങനെ 2 കൽപ്പം ചേർന്നതാണ് ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം, പകലും രാത്രിയും.
അപ്പോൾ ഈ പകല് ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തുന്നു, രാത്രി ഉറങ്ങുന്നു. അപ്പോൾ ആ പകൽ അവസാനിക്കുന്നിടത്താണ് ഈ പ്രളയം സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രളയം കാണുവാൻ സത്യവ്രത രാജാവിന് ഒരു ആഗ്രഹമുണ്ടായി. അപ്പോൾ അത് ഭഗവാനെ അറിയിച്ചപ്പോൾ ഭഗവാൻ 7 ദിവസം കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മറഞ്ഞു എന്നുള്ളതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ 4-ാമത്തെ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ. ഈ മത്സ്യം ഒരു ജലാശയത്തിലും ഒതുങ്ങാതെ വളർന്നു വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാൻ തൻ്റെ യോഗശക്തി കൊണ്ട് തന്നെ ഭഗവാന്റെ നിർദ്ദേശം സത്യവ്രത രാജാവിന് ലഭിക്കുകയാണ് ഈ മത്സ്യത്തെ സമുദ്രത്തിലാക്കാൻ. അങ്ങനെ സമുദ്രത്തിലാക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ ആ സത്യവ്രത രാജാവിന് പ്രളയം കാണണം എന്നുള്ള മോഹം ഉണ്ടായി. അതായത് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അവസാനിക്കുമ്പോൾ പ്രളയം സംഭവിക്കുന്നു. ആ പ്രളയം കാണുവാനുള്ള ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹപ്രകാരം ഭഗവാൻ സത്യവ്രത രാജാവിനോട് പറഞ്ഞു 7 ദിവസം കാത്തിരിക്കൂ എന്ന്. അങ്ങനെ പറഞ്ഞ് നിന്തിരുവടി അവിടെ നിന്ന് മറഞ്ഞു എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം ചൊല്ലാം. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുധേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യുത്കൂർണമാന ശരണം യയൗ ത്വാം. ഒന്നുകൂടി ചൊല്ലാം. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യുത്കൂർണമാന ശരണം യയൗ ത്വാം. അങ്ങനെ പ്രളയം കാണാൻ ആഗ്രഹിച്ച രാജാവിനോട് ഭഗവാൻ ഒരു അവധി പറഞ്ഞിരുന്നു അല്ലേ, 7 ദിവസം. ആ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ തോരാതെ വർഷമായിരുന്നു, തോരാതെ മഴ പെയ്ത് എങ്ങും പ്രളയമായി. ആ പ്രളയജലത്തിൽ സപ്തർഷികളോടുകൂടി സത്യവ്രത രാജാവ് മുങ്ങിയും പൊങ്ങിയും പരിഭ്രാന്തനായി തീർന്നപ്പോൾ നിന്തിരുവടിയെ ശരണം പ്രാപിച്ചു എന്നുള്ളതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. അതായത് ഭഗവാൻ സത്യവ്രത രാജാവിനോട് ഒരു 7 ദിവസത്തെ അവധി പറഞ്ഞു അല്ലേ, 7 ദിവസം കാത്തിരിക്കാൻ. ഈ പ്രളയം കാണണമെന്നാണ് സത്യവ്രത രാജാവ് പറഞ്ഞ ആഗ്രഹം. അപ്പോൾ 7 ദിവസം കാത്തിരിക്കാനായിട്ട് ഭഗവാൻ പറഞ്ഞു. ആ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി മുഴുവനും മഴ പെയ്യാൻ തുടങ്ങി. മഴ തോരാതെ പെയ്യുന്ന മഴയാണ്. അങ്ങനെ ആ വർഷത്തിൽ ആ തോരാതെ പെയ്യുന്ന ആ മഴയിൽ ഭൂമിയിൽ പ്രളയം സംഭവിക്കുന്നു. ആ പ്രളയം സംഭവിച്ച എവിടെയും വെള്ളമാണ്. ആ വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും ഈ സത്യവ്രത രാജാവും കൂടെ സപ്തർഷികളും ഉണ്ട് കേട്ടോ. അങ്ങനെ മുങ്ങിയും പൊങ്ങിയും പരിഭ്രാന്തനായി തീർന്നു എല്ലാവരും. അപ്പോൾ എല്ലാവരും തന്നെ ഭഗവാനെ ശരണം പ്രാപിച്ചു, നിന്തിരുവടിയെ ശരണം പ്രാപിച്ചു എന്നുള്ളതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. ഇനി 6-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതുവരെ ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. പുരാഹയഗ്രീവമഹാസുരേണ ഷഷ്ടാന്തരാന്ധോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വദിത്സകില മത്സ്യരൂപം. സത്യവ്രതസ്യ ദ്രമിഡാദിഭർത്തുർനദീജലേ തർപ്പയതസ്തധാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യത കശ്ചന ബാലമീന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സത്യവ്രതസ്യ ദ്രമിഡാദിഭർത്തുർനദീജലേ തർപ്പയതസ്തധാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യത കശ്ചന ബാലമീന. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോഭികലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം. യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം
സപ്താഹമാസ്വേതി വദന്നയാസി പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യുത്കൂർണമാന ശരണം യയൗ ത്വാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ കറുകറെ നിറമൊത്ത തിരുമൂടി ചുരുളിൽ നിറമയിൽ പീലി ചൂടും മുകുന്ദ ഞാൻ തൊഴുന്നേൻ. കറുകറെ നിറമൊത്ത തിരുമൂടി ചുരുളിൽ നിറമയിൽ പീലി ചൂടും മുകുന്ദ ഞാൻ തൊഴുന്നേൻ. അഴകിഴും തൊടുകൂറി അണിഞ്ഞോരു തിരുനെറ്റി അതിൽ നിന്റെ പുരികവും മുകുന്ദ ഞാൻ തൊഴുന്നേൻ. അഴകിഴും തൊടുകൂറി അണിഞ്ഞോരു തിരുനെറ്റി അതിൽ നിന്റെ പുരികവും മുകുന്ദ ഞാൻ തൊഴുന്നേൻ. കൃഷ്ണ കൃഷ്ണ അഞ്ജനം തൊട്ടെഴുതും നയനങ്ങൾ തൊഴുന്നേൻ. സൂര്യചന്ദ്ര പ്രശോഭിതമാം കുണ്ടലങ്ങൾ തൊഴുന്നേൻ. അഞ്ജനം തൊട്ടെഴുതും നയനങ്ങൾ തൊഴുന്നേൻ. സൂര്യചന്ദ്ര പ്രശോഭിതമാം കുണ്ടലങ്ങൾ തൊഴുന്നേൻ. പ്രപഞ്ചം നീ നിയന്ത്രിക്കും സ്മിതവും കൈ തൊഴുന്നേൻ. മാധവാ നിൻ ഭംഗിയേറും തിരുമുഖം തൊഴുന്നേൻ. പ്രപഞ്ചം നീ നിയന്ത്രിക്കും സ്മിതവും കൈ തൊഴുന്നേൻ. മാധവാ നിൻ ഭംഗിയേറും തിരുമുഖം തൊഴുന്നേൻ. കൃഷ്ണ കൃഷ്ണ പാഞ്ചജന്യം മുഴങ്ങും നിൻ തിരുകണ്ഠം തൊഴുന്നേൻ. പൊൻതുളസി കതിരുറങ്ങും വിരിമാറു തൊഴുന്നേൻ. പാഞ്ചജന്യം മുഴങ്ങും നിൻ തിരുകണ്ഠം തൊഴുന്നേൻ. പൊൻതുളസി കതിരുറങ്ങും വിരിമാറു തൊഴുന്നേൻ. പങ്കജം തണ്ടോടു ചേരും തിരുനാഭി തൊഴുന്നേൻ. മാധവാ മുള വീണുവോടിന്നരക്കിട്ടു തൊഴുന്നേൻ. പങ്കജം തണ്ടോടു ചേരും തിരുനാഭി തൊഴുന്നേൻ. മാധവാ മുള വീണുവോടിന്നരക്കിട്ടു തൊഴുന്നേൻ. കൃഷ്ണ കൃഷ്ണ പീതമാം പട്ടുടയാട അണിഞ്ഞോനെ തൊഴുന്നേൻ. കുഞ്ഞിളം പൈക്കളോടൊത്ത തിരുരൂപം തൊഴുന്നേൻ.
പീതമാം പട്ടുടയാട അണിഞ്ഞോനെ തൊഴുന്നേൻ. കുഞ്ഞിളം പൈക്കളോടൊത്ത തിരുരൂപം തൊഴുന്നേൻ. കാളിയന്മേൽ നടനമാടും തിരുപാദം തൊഴുന്നേൻ. മാധവാ നീയൊഴിയാതെൻ മനതാരിൽ നിറയണേ. കാളിയന്മേൽ നടനമാടും തിരുപാദം തൊഴുന്നേൻ. മാധവാ നീയൊഴിയാതെൻ മനതാരിൽ നിറയണേ. കൃഷ്ണ കൃഷ്ണ ഭഗവാന്റെ ഒരു സോപാന സംഗീതമാണ്. ഏലൂർ ബിജു പാടിയ നല്ല മനോഹരമായിട്ടുള്ള വരികളും കൂടിയാണ്. അപ്പോൾ ഒരു മോഹം അത് കേട്ടപ്പോൾ തന്നെ ഒന്ന് ക്ലാസ്സിൽ പാടിയാലോ എന്ന് തോന്നി, അതുകൊണ്ട് പാടിയതാണ്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഭഗവാനോടുള്ള ഭക്തി മാത്രമേ കാണാവൂ, പാട്ടിൻ്റെ രീതിയിലൊന്നും അളന്നേക്കരുത് എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്ന് എല്ലാവരും വീഡിയോസ് തുടർന്നും കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കണം. പിന്നെ ഇത് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് 32ാമത്തെ ദശകത്തിലെ ബാക്കി 5 ശ്ലോകങ്ങളുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.